മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. കിൻഫ്ര വ്യവസായ പാർക്കിനു വേണ്ടി സ്ഥലം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട അന്യായവില നിർണയത്തിനെതിരെ പൂവുടമകളുടെ പ്രതിഷേധ കൂട്ടായ്മ. പനത്താംപറമ്പ് പറമ്പുക്കരയിലാണ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കിൻഫ്ര വ്യവസായ പാർക്കിനായി സ്ഥലം ഏറ്റെടുക്കൽ സംബന്ധിച്ച നടപടി പുരോഗമിക്കുമ്പോഴും പ്രദേശത്തെ ഭൂവുടമകളുടെ ആശങ്ക ഒഴിയുന്നില്ല. പടുവിലായി, അഞ്ചരക്കണ്ടി, കീഴലൂർ വില്ലേജുകളിലെ ഭൂമിക്ക് ന്യായമായ വില അനുവദിച്ചില്ലെന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. റോഡ് സൈഡിലാണ്, 2 ഭാഗം റോഡാണ്. 87 സെന്റ് സ്ഥലവും റോഡും, 1 ഏക്കറുണ്ട്. കുറേ ഭാഗം റോഡിന് പോയിന്, ബാക്കി ഇപ്പം 87 സെന്റ് സ്ഥലവും വീടുമുണ്ട്. അന്ന് അവർ പറയുമ്പോൾ നല്ല പൊന്നും വില, ന്യായമായ വില വരുമെന്നാണ് പറഞ്ഞിന് അന്ന്. ഇന്ന് പറയുന്നത് വിലയില്ലാന്ന്. നമുക്കിനി ഒരു 10 സെന്റ് സ്ഥലം വേണം നമുക്ക് വീടെടുക്കാൻ. അത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നമ്മൾ സ്ഥലത്തിന് വില ചോദിച്ചാലും പറയുന്നത് 3 ലക്ഷം റുപ്യ. ഇവിടെ റോഡാക്കി എടുത്തും പറയുന്നത് 3 ലക്ഷം റുപ്യ. ഇനി 3 ലക്ഷത്തിനും കിട്ടൂല. എങ്ങനെയാണ് നമ്മളെങ്ങനെ ഒരു 10 സെന്റ് സ്ഥലം എടുത്തിട്ട് നമ്മൾ വീടെടുക്കുക? പനയത്താംപറമ്പ്, തറമൽ ഭാഗങ്ങളിൽ ചെങ്കൽ പണിയായി ഉപയോഗിച്ച സ്ഥലങ്ങളും ഏറ്റെടുക്കൽ ഭൂമിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഖനനം മൂലം മൂല്യശോഷണം സംഭവിച്ച ഭൂമി എന്ന പേരിൽ ഈ പ്രദേശത്തെ മൊത്തം സ്ഥലങ്ങളും ഇത്തരത്തിൽ കണക്കാക്കി വളരെ കുറഞ്ഞ തുക മാത്രമാണ് കിൻഫ്ര അനുവദിച്ചിട്ടുള്ളത്. പൊതുവിൽ നിശ്ചയിച്ച തുകയുടെ 20% മാത്രമാണ് ഇത്തരം ഭൂമിക്ക് അനുവദിക്കുന്നതെന്ന് പ്രദേശത്തുകാർ പരാതിപ്പെട്ടു. ഇത് ഭൂവുടമകളെ സംബന്ധിച്ച് വളരെയധികം നഷ്ടമുണ്ടാക്കുമെന്ന് പ്രദേശത്തെ ജനങ്ങൾ പറഞ്ഞു. 25 വർഷം മുമ്പ് ഖനനം ചെയ്ത ഭൂമി അന്ന് യഥാർത്ഥത്തിൽ കൃഷിയോഗ്യമായിരുന്നില്ല. ഇത് ഒരു പാറ പ്രദേശമായിരുന്നു. അന്ന് ഒരു വസ്തു പോലും ഇവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ കുരുമുളകുണ്ട്, റബ്ബറുണ്ട്, പിന്നെ കശുമാവുണ്ട്, അതിന് വലിയ തോട്ടങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ അതിനുശേഷം നല്ല കൃഷിയോഗ്യമായ ഭൂമിയായി മാറുകയാണ് ചെയ്തത്. ഇതിപ്പോൾ സംഭവിക്കുന്നത് ഈ കാറ്റഗറി തിരിച്ചുകൊണ്ടുള്ള വിലനിർണ്ണയം അശാസ്ത്രീയമാണ്. അശാസ്ത്രീയമായ ആ വിലനിർണ്ണയം കൊണ്ട് ഇതിൽ വരുന്ന ഈ ഇത്രയും കൃഷിയോഗ്യമായ സ്ഥലത്തിന് ഇവർ സ്വാഭാവിക ഭൂമി എന്ന് പറയുന്ന ഭൂമിയുടെ വെറും 20% വില നിർണ്ണയിച്ച് അനുവദിച്ചു തരുന്നത്. അത് തീർത്തും ഒരു വഞ്ചനാപരമായ നിലപാടാണ്. ഇവർ ഈ ഭൂവുടമകളെ സംബന്ധിച്ച് ഒരു അങ്ങേയറ്റത്തെ ഒരു അവസാന നിമിഷത്തിലാണ് ഈ ഒരു കാര്യം അറിയുന്നത്. 100-ലധികം കുടുംബങ്ങൾ വർഷങ്ങളായി കൃഷി ചെയ്തും താമസിച്ചും വരുന്ന ഭൂമിയാണിത്. വസ്തുക്കളുടെ വില കണക്കാക്കാനുള്ള മാനദണ്ഡങ്ങളിൽ യാതൊന്നും പ്രതിപാദിക്കാത്ത മൂല്യശോഷണം സംഭവിച്ചതും രൂപമാറ്റം വന്നിട്ടുള്ളതുമായ ഭൂമിയെന്ന കണ്ടെത്തൽ നിയമപ്രകാരം യാതൊരു സാധുതയും ഇല്ലാത്തതും ഭൂവുടമകളായ ഞങ്ങളുടെ ന്യായമായ അവകാശത്തെ ഹനിക്കുന്നതുമാണെന്നും പ്രദേശത്തുകാർ പറഞ്ഞു. നമ്മളോട് പറഞ്ഞു തന്നാൽ ആ വില റിവൈസ് ചെയ്യും. ലാസ്റ്റ് ആകുമ്പോഴേക്ക് റിവൈസ് ചെയ്ത് വരും. ഏതാണ്ട് 90% അല്ല 80% കൊടുക്കും. പിന്നെ ഫുള്ളായിട്ട് നികത്തിയ സ്ഥലങ്ങളാണെങ്കിൽ 100% തന്നെ കൊടുക്കും. അതുകൊണ്ട് ആ രീതിയിൽ നമ്മളെല്ലാവരും ആ രീതിയിൽ നമ്മളെ വിശ്വസിപ്പിച്ചുകൊണ്ട് നിന്ന് അവസാന ഘട്ട നോട്ടിഫിക്കേഷൻ വന്ന് ഇത് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് 20% മാത്രമേ വില ഉള്ളൂ. അത് ശരിക്കും നമ്മളെ വഞ്ചിക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായത്. പ്രശ്നപരിഹാരത്തിനായി മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി, റവന്യൂ മന്ത്രി, ജില്ലാ കളക്ടർ, തഹസീൽദാർ എന്നിവർക്ക് ഭൂവുടമകൾ പരാതി നൽകും. പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ സമീപിക്കുമെന്നും കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചകരകൽ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.